സി ജോസഫ് വിജയ് എന്നും ഞാൻ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സത്യപ്രതിജ്ഞയായിരുന്നു തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിച്ചുകൊണ്ട് വിജയ് നടത്തിയത്. ആദ്യമായി രാഷ്ട്രീയത്തിൽ ഇറങ്ങി കന്നി പോരാട്ടത്തിൽ തന്നെ ഒരു സംസ്ഥാനം കീഴടക്കിയ അദ്ദേഹത്തിന്റെ ജനപിന്തുണ എത്ര വലിയതാണ് എന്ന് ചിന്തിച്ചു നോക്കണം. മോദിയുടെയും കൂട്ടരുടെയും അളവില്ലാത്ത പണബലത്തെ ജനബലം കൊണ്ടാണ് അദ്ദേഹം തകർത്ത് തരിപ്പണമാക്കിയത്. അതുപോലെ തന്നെ മാറി മാറി തമിഴ്നാട് വർഷങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്ന ദ്രാവിഡ പാർട്ടികളെ അദ്ദേഹം നിഷ്പ്രഭമാക്കി. തമിഴ്നാട്ടിലെ ജനങ്ങൾ സ്നേഹത്തോടെ അദ്ദേഹത്തെ ദളപതി എന്ന് വിളിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന രീതിയിലുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയുടെ മുഴങ്ങിക്കേട്ട ടോൺ. അദ്ദേഹത്തെ സർക്കാർ രൂപീകരിക്കുന്നതിൽ നിന്ന് എങ്ങനെയും തടയാൻ ശ്രമിച്ച ഗവർണർക്ക് അവസാനം അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കേണ്ടി വന്നു. ഇന്ത്യ ഇതുവരെ, ഒരുപക്ഷെ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ദളപതി വിജയുടെ സത്യപ്രതിജ്ഞാ ദൃശ്യങ്ങൾ നമുക്ക് പൂർണ്ണമായും കാണാം. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോകൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് പിന്തുണയ്ക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ വിജയ്ക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതിന് വേണ്ടി ഗവർണറെ ക്ഷണിക്കുകയാണ്. I request the Honorable Governor to administer the oath of office and secrecy to the Honorable Chief Minister. Thiru C. Joseph Vijay Avargal. അദ്ദേഹം വിജയുടെ പേര് പറയുമ്പോഴേക്കും ജനങ്ങളുടെ ആവേശം കൊടുമുടിയിൽ എത്തുകയാണ്. സ്റ്റൈലിഷ് കോട്ടും സൂട്ടും അണിഞ്ഞ് അദ്ദേഹം പോഡിയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഗവർണറുടെ മുഖത്ത് വല്ലാത്ത ഒരു വൈഷമ്യമാണ് തെളിഞ്ഞു കാണുന്നത്. ഇവിടെ ഗവർണർ ഞാൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ജീവിതത്തിൽ ആദ്യമായാണ് എങ്കിലും വിജയ് നല്ല തയ്യാറെടുപ്പോടെ കൂടിയാണ് വന്നത് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് പിന്നീട് കാണുന്നത്. സി ജോസഫ് വിജയ് എന്നും ഞാൻ சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலை நிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். ഒരു പേപ്പറിലോ ടെലിപ്രോംപ്റ്ററിലോ പോലും നോക്കാതെ ജനങ്ങളുടെ മുഖത്ത് നോക്കി ആത്മവിശ്വാസത്തോടെ യഥാർത്ഥത്തിൽ സിനിമയിൽ കാണുന്നത് പോലെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് കേൾക്കേണ്ടതാണ്. സിനിമയിൽ കാണുന്നത് പോലെയുള്ള ഒരു സത്യപ്രതിജ്ഞ എന്ന് അക്ഷരാർത്ഥത്തിൽ തന്നെ പറയാം. അത് ജനങ്ങളെ കോൾമയിൽ കൊള്ളിച്ചു എന്ന് വളരെ വ്യക്തം. சி ஜோசப் விஜய் எனும் நான் தமிழ்நாட்டு அரசின் முதலமைச்சர் என்ற முறையில் எனது கவனத்திற்குள்ளாவதும் தெரிய வருவதுமான எந்த பொருளையும்
முதலமைச்சரின் கடமைகளை உரியவாறு நிறைவேற்ற தேவையான அளவுக்கன்றி ஒருவரிடமோ பலரிடமோ நேர்முகமாகவோ மறைமுகமாகவோ அறிவிக்கவோ வெளிப்படுத்தவோ மாட்டேன் என்று ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். അദ്ദേഹം തന്റെ പേര് മുഴുവനായി നീട്ടി പറഞ്ഞാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. സി ജോസഫ് വിജയ്. സംഖ്യകളുടെ നെഞ്ചത്താണ് സി ജോസഫ് വിജയ് എന്ന ചന്ദ്രശേഖരൻ ജോസഫ് വിജയ് തന്റെ പേര് മുഴുവൻ പറഞ്ഞ് ചവിട്ടുന്നത്. എനിക്കുൾപ്പെടെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും സംഖ്യകൾ ഇദ്ദേഹം ക്രിസ്ത്യാനിയാണ് എന്ന്, അദ്ദേഹത്തിന്റെ പേര് വിജയ് എന്നല്ല ജോസഫ് വിജയ് ആണ് എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തിയപ്പോഴാണ് ആദ്യം മനസ്സിലാവുന്നത്. അങ്ങനെ വരെ വർഗീയ വിഷം ഇറക്കിയ കൊടും രാജവെമ്പാലകളാണ് സംഘികൾ. അവരുടെ നെഞ്ചത്ത് വലതുകാൽ ചവിട്ടി നിന്നാണ് അദ്ദേഹം ജോസഫ് വിജയ് എന്ന ഞാൻ എന്ന് പറഞ്ഞ് 88% ഹിന്ദുക്കളുള്ള, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അമ്പലങ്ങളുള്ള തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി പദത്തിൽ നെഞ്ചു വിരിച്ച് ഇരിക്കുന്നത്. വെറും 6% ക്രിസ്ത്യാനികൾ മാത്രമാണ് തമിഴ്നാട്ടിൽ ഉള്ളത്. അതും അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയാണ് TVK, പുതുതായി രൂപവൽക്കരിച്ച ഇതുവരെ നിലവിലില്ലാതിരുന്ന ഒരു പാർട്ടി. ജോസഫ് വിജയ് എന്ന തമിഴ് മക്കളുടെ പ്രിയപ്പെട്ട ദളപതിയുടെ സ്വന്തം പാർട്ടി. ഒരിക്കലും ജാതിയോ മതമോ ലിംഗമോ വർണ്ണമോ നോക്കി വോട്ട് ചെയ്യരുത് എന്ന് തമിഴ് ജനത സംഖ്യകളെ എഴുതി പഠിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ കാളകൂട വിഷം തമിഴ്നാട്ടിൽ ചിലവാകില്ല എന്ന് അവർ ഉച്ചത്തിൽ മോദിയോടും കൂട്ടരോടും വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അതുപോലെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഞാൻ പറഞ്ഞതുപോലെ AIADMKയുടെ അവസാനത്തിന്റെ തുടക്കമാണ് വിജയ് ഇവിടെ കുറിക്കുന്നത്. BJPയെ തമിഴ്നാട്ടിൽ നിന്നും അദ്ദേഹം ഓൾറെഡി തൂത്തെറിഞ്ഞിരിക്കുകയാണ്. വെറും 900ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിശ്വഗുരുവിന്റെ ഒരു MLA അവിടെ വിജയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആവേശത്തോടെയുള്ള ഈ സത്യപ്രതിജ്ഞ പോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനും അതേ ആവേശം അദ്ദേഹം കാണിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. സംഘികളുടെ നെഞ്ചത്ത് ചവിട്ടി ജോസഫ് വിജയ് എന്ന ഞാൻ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് മോദിയുടെയും കൂട്ടരുടെയും മുഖത്ത് നോക്കി ഉറക്കെ പ്രഖ്യാപിച്ച വിജയുടെ ഈ ആവേശകരമായ സത്യപ്രതിജ്ഞയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെല്ലാമാണ്?